ചില വാഹനങ്ങൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചില അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2005 മോഡൽ ഒരു ഇന്നോവയാണ്. 17 വർഷം പഴക്കമുള്ള വണ്ടി, 17 വർഷം പഴക്കമുള്ള വണ്ടി അദ്ദേഹം ഇവിടെ റീസ്റ്റോറേഷൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 17 വർഷം പഴക്കം എനിക്ക് ഈ വണ്ടിയിൽ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല കേട്ടോ. കാരണം ഇതിന്റെ സീറ്റ് ആയാലും നമ്മുടെ ഇന്നോവ 2005 നമ്മൾ വാങ്ങുമ്പോൾ ക്ലോത്ത് ടൈപ്പ് സീറ്റ്, അതിപ്പോഴും വാങ്ങുമ്പോൾ ആ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ക്ലോത്ത് ടൈപ്പ് സീറ്റൊക്കെ ശരിക്കും നീറ്റായ കണ്ടീഷനിൽ തന്നെയായിരുന്നു. എവിടെ അങ്ങനെ പാച്ച് വർക്കിൻ്റെ ഇഷ്യൂസ് ഇല്ല, ഡെൻറ്റിങ് ഇല്ല, റസ്റ്റിൻ്റെ ഇഷ്യൂ ഇല്ല. വണ്ടി കണ്ടീഷൻ, എൻജിൻ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ അടിപൊളി. അതായത് പ്രോപ്പർ സർവീസിങ് ചെയ്യുന്ന വണ്ടി എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു വണ്ടി നമ്മൾ റീസ്റ്റോർ ചെയ്യണം. അപ്പോൾ കസ്റ്റമർക്ക് ഇനിയും അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും നല്ല രീതിയിൽ കുറച്ച് നാളും കൂടി കൊണ്ടു നടക്കാനായിട്ട് എന്തായാലും സാധിക്കും. അപ്പോൾ അതിൻ്റെ സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫുൾ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, ടൈപ്പ് 4 കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സെയിം ബ്ലൂ കളർ, ലിമിറ്റായിട്ട് ഇറങ്ങിയ കുറച്ച് കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. 2005 കാലഘട്ടത്തിൽ തീരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് ഈ ഒരു കളർ വന്നിരുന്നത്. ഒരു ബ്ലൂ മെറ്റാലിക് കളർ, അത്യാവശ്യം മെറ്റാലിക്കൊക്കെ ഉള്ള ഒരു കളർ തന്നെയാണ്. അപ്പോൾ ആ സെയിം കളർ തന്നെയാണ് അടിക്കാനാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ സെയിം കളർ തന്നെയാണ് അടിക്കുന്നത്. ഫില്ലറും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ട്, നമ്മൾ ആ ലെവൽ പെയിൻറ്റിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് പോവാം. ബ്ലൂ മെറ്റാലിക് കളർ അടിച്ചിട്ട് ഫുള്ളായിട്ട് തന്നെ മാറ്റായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പോളിഷിങ്ങിനായിട്ട് ഫുള്ളും കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. 2000-ൻ്റെ ഒരു യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ഒരു മാറ്റ് ഫിനിഷിങ്ങിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞത് ഈ ഒരു റേഞ്ചായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ സെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പ്രൊജക്ടർ ഹെഡിൽ LED ടൈലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അലോയിലും കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് ചെയ്തു. അതേപോലെ തന്നെ കാലിബർ പെയിൻറ്റ് ചെയ്തു, ബാക്ക് ഡ്രം പെയിൻറ്റ് ചെയ്തു. അങ്ങനെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ഫൈനലായി നിൽക്കുന്നത്. ബാക്കി വർക്കിലേക്ക് പോകാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മുടെ വണ്ടി ഇവിടെ ഫുള്ളായിട്ടുള്ള വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2005 മോഡൽ ഒരു ടൈപ്പ് 1 മോഡൽ വണ്ടിയായിരുന്നു. സെയിം കളർ തന്നെയായിരുന്നു കേട്ടോ. ബ്ലൂ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ സെയിം കളർ തന്നെയായിരുന്നു. പണ്ട് 2005 കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ ഒരു ലിമിറ്റഡ് കളറെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ സെയിം കളർ തന്നെ ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത് നമ്മളിത് ഫുൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇത് കൺവെർഷൻ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇതിൽ ഇൻറ്റീരിയറിൽ ഇപ്പോൾ ചെയ്ത കാര്യം പറയാം. ഫ്രണ്ട് പ്രൊജക്ടർ, ബാക്ക് LED ടൈലൈറ്റ്, ടൈപ്പ് 4 കൺവെർഷൻ എല്ലാ ഇതിലും ചെയ്യണ മാതിരി തന്നെ. അതേപോലെ മിററും കാര്യങ്ങളൊക്കെ ഓയിൽ മിറർ വെച്ചിട്ടുണ്ട്. അകത്തേക്ക് വരണമെങ്കിൽ ഫൈനൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലെ വീഡിയോ എടുക്കണേ. അകത്തേക്ക് വരണമെങ്കിൽ നമ്മൾ വിൻസ് തൈ സപ്പോർട്ടുള്ള നാപ്പാം മെറ്റീരിയൽ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും കംഫർട്ടബിൾ ആണ്. കഴിഞ്ഞ ഒരു നാഡോഗ്രേ വണ്ടിക്കും ഇന്ന് പോകാനുള്ള നാഡോഗ്രേ വേറൊരു വണ്ടിക്കും ഈ ഒരു സെയിം ഇതിലുള്ള സീറ്റ് അടിച്ചിരിക്കുന്നത്. ഇരിക്കാൻ കംഫർട്ടബിൾ ആണ്. മെറ്റീരിയൽ നാപ്പ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ നൈലോൺ സ്റ്റിച്ചിങ് ആണ്. ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയുള്ള രീതിയിൽ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ബാക്കിലേക്ക് വരണമെങ്കിലും സെയിം സീറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കംഫർട്ടബിൾ ആണ് ഇരിക്കാനായിട്ട്. നമ്മളിതിൽ കയറി ലോങ് യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ സൈഡിൽ വിൻസ് സപ്പോർട്ടുണ്ട്, അതേപോലെ തൈ സപ്പോർട്ട് നോർമൽ രീതിയിലുണ്ട്. കംഫർട്ടബിൾ ആണ് കേട്ടോ.